തിരുവനന്തപുരം മംഗലപുരത്ത് മറിഞ്ഞ ടാങ്കർ ലോറിയിൽ നിന്ന് പാചകവാതകം പൂർണ്ണമായി മാറ്റി 8 മണിക്കൂറിലേറെ സമയമെടുത്ത് 3 ടാങ്കറുകളിലേക്കായാണ് വാതകം മാറ്റിയത്. AV ജയശങ്കറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ജയശങ്കർ, അങ്ങനെ ആ ശ്രമകരമായ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നു. ആ പ്രദേശത്തെ വൈദ്യുതി ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? അതിനുള്ള സമയമായോ? നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ടാങ്കറിൽ നിന്നുള്ള വാതകം മറ്റു ടാങ്കറുകളിലേക്ക് മാറ്റി. മംഗലപുരത്താണ് ടാങ്കർ ലോറി മറിഞ്ഞതിനെ തുടർന്ന് ഒരു ആശങ്ക ഉയർന്നിരുന്നത്. അവിടെ ആ ടാങ്കർ ലോറിയിലെ പാചകവാതകം മറ്റ് 3 ടാങ്കർ ലോറികളിലേക്കാണ് മാറ്റിയത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ എടുത്താണ്, ഏതാണ്ട് 8 മണിക്കൂർ സമയം എടുത്താണ് ഈ പ്രക്രിയ പൂർത്തിയാക്കിയത്. ആ പ്രദേശത്ത് വീടുകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റുകയും ഒപ്പം അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഇടയ്ക്ക് റോഡിലൂടെയുള്ള ഗതാഗതം വരെ നിർത്തിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാതകം മാറ്റുന്ന ജോലി ചെയ്തിരുന്നത്. ഏതായാലും ഇപ്പോൾ നിശ്ചയിച്ച സമയത്തിന് ഏതാണ്ട് അടുത്ത് തന്നെ, ഏതാണ്ട് 10 മണിയോടുകൂടി പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്നായിരുന്നു കണക്കൂട്ടിയിരുന്നത്. ഏതാണ്ട് ആ സമയത്ത് തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും ടാങ്കർ ലോറിയിലെ വാതകം മാറ്റുവാനും കഴിഞ്ഞിട്ടുണ്ട്.